ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. SSC എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 500 മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് സെഷനാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഡിമാൻഡ് ഫോർ മണി? ഇൻട്രസ്റ്റ് റേറ്റും ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ്? പ്രൊപ്പോർഷനേറ്റ്, ഇൻവേഴ്സ്, നോ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ആൻഡ് ഡയറക്റ്റ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സോ നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ വെൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹൈ. സോ സപ്പോസ് നിങ്ങൾ ബാങ്കിൽ ഒരു ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ ആ ഒരു ബാങ്ക് നിങ്ങളോട് ചോദിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, സോ ആ ഒരു ലോൺ തരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ലോൺ വേണ്ടെന്ന് വെക്കുകയേ ചെയ്യുള്ളൂ. സോ എപ്പോഴൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നോ അപ്പോഴൊക്കെ ആളുകൾ ബോറോ ചെയ്യുന്നത് അല്ലെങ്കിൽ കടം വാങ്ങുന്നത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ആൾക്കാർ കുറച്ച് മാത്രമേ എന്ത് ചെയ്യൂ? ബോറോ ചെയ്യാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. സോ അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ബാങ്കിൽ ചെല്ലുന്നു ആൻഡ് എന്ത് ചെയ്യുന്നു? നിങ്ങൾ FD ഇടുന്നു. ആൻഡ് ആ ഒരു FDക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബാങ്ക് നിങ്ങൾക്ക് ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, സോ ഡെപ്പോസിറ്റ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിന് ബാങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യും? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് വെക്കുന്നത് കുറയ്ക്കും. എല്ലാം എന്ത് ചെയ്യും? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൂടുതൽ ട്രൈ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും? മണിയുടെ ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. സോ വിച്ച് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ, സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റും ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ഉള്ളത്. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not correct with regards to the history of calculating national income in India? So which of the following statements is not correct with regards to the history of calculating national income in India? So first option ആണ്, first official attempt to compute national income was made by P.C. Mahalanobis. Second option, first scientific method to compute national income was used by Dr. V.K.R.V. Rao. Third option, first attempt to compute national income was made by Dadabhai Naoroji. And last option, option D, Dadabhai Naoroji divided the Indian economy into two parts, primary sector and secondary sector. So ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ്, നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ്, ഓപ്ഷൻ എ, ഫസ്റ്റ് ഒഫീഷ്യൽ അറ്റംപ്റ്റ് ടു കമ്പ്യൂട്ട് നാഷണൽ ഇൻകം വാസ് മെയ്ഡ് ബൈ P.C. Mahalanobis. സോ കുറച്ചും കൂടി ഒരു ഓർഡറിൽ വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചും കൂടി ഓർഡറിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഫസ്റ്റ് ഇൻകം ടു കമ്പ്യൂട്ട് നാഷണൽ ഇൻകം വാസ് മെയ്ഡ് ബൈ ദാദാബായ് നവറോജി. സോ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്തത് ദാദാബായ് നവറോജിയാണ്. സോ ദാദാബായ് നവറോജിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദാദാബായ് നവറോജി എന്ന് പറയുന്ന ആരാണ്? ഹി ഈസ് നോൺ ആസ് ദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. സോ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാബായ് നവറോജിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ട്രൈ ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. First scientific method to compute national income was used by Dr. V.K.R.V. Rao. So 1931 one of the most prominent economist ആയിട്ടുള്ള ഡോക്ടർ V.K.R.V. റാവു എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ട് ഇന്ത്യയിലെ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്തത് ദാദാബായ് നവറോജി ആയിരുന്നു.
അതിനുശേഷം 1931 ഡോക്ടർ VK RV റാവു എന്ത് ചെയ്തു, നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ത് ചെയ്തു, ആദ്യമായിട്ട് യൂസ് ചെയ്തു. ആൻഡ് അതിനുശേഷം 1949 ഗവൺമെൻറ് എന്ത് ചെയ്തിരുന്നു, ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 1949 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്, നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ 1949 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഫോർ കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം. ആൻഡ് ഈ ഒരു നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നത് PC മഹൽനോബിസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് ഫസ്റ്റ് ടൈം നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്ത ആരായിരുന്നു, PC മഹൽനോബിസ് ആയിരുന്നു. അല്ലെങ്കിൽ PC മഹൽനോബിസ് ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന നാഷണൽ ഇൻകം കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒഫീഷ്യലി നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നത്. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, കറക്റ്റാണ്. അതിനുശേഷം 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരിക. ദാദാബായ് നവറോജി ഡിവൈഡഡ് ദ ഇന്ത്യൻ എക്കോണമി ഇൻറ്റു 2 പാർട്സ്, പ്രൈമറി സെക്ടർ ആൻഡ് സെക്കൻഡറി സെക്ടർ. സോ ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്തത് ദാദാബായ് നവറോജിയാണ്. പക്ഷെ ദാദാബായ് നവറോജി ഈ ഒരു അറ്റംപ്റ്റ് നടത്തുന്ന സമയത്ത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ഇന്ത്യൻ എക്കോണമിയെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആ ഒരു ടൈമിൽ നിലവിലില്ലായിരുന്നു. സോ ദാദാബായ് നവറോജി ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആദ്യമായിട്ട് ഇന്ത്യയിൽ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്നത് ദാദാബായ് നവറോജിയാണ്. ആൻഡ് ആദ്യമായിട്ട് സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത് 1931 ഡോക്ടർ VK RV റാവു ആണ്. ആൻഡ് 1949 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഹെഡഡ് ബൈ PC മഹൽനോബിസ്. സോ 1949 PC മഹൽനോബിസ് ഹെഡ് ചെയ്തിരുന്ന ആ ഒരു നാഷണൽ ഇൻകം കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം ഒഫീഷ്യലി എന്ത് ചെയ്യുന്നത്, നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ദാദാബായ് നവറോജി ഈ ഒരു നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിലവിൽ ഇല്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ or the Reserve Bank of India was created before independence in the year 1934. The recommendation to create a central bank was made by a commission called Hilton Young Commission, Narasimham Committee, Kothari Commission, Dr. Raja Chellaya Committee. So question ചോദിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തത് ഇൻഡിപെൻഡൻസിന് മുന്നേ 1934 സോ ഈ ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് കമ്മിറ്റി അല്ലെങ്കിൽ ഏത് കമ്മീഷനാണ് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ഹിൽട്ടൺ യങ് കമ്മീഷൻ, ഓപ്ഷൻ ബി നരസിംഹം കമ്മിറ്റി, ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഡോക്ടർ രാജ ചെല്ലയ്യ കമ്മിറ്റി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. സോ ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. ആൻഡ് ഈ ഒരു കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് വേണം എന്നുള്ള റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിൽ 1934 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇന്ത്യയുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്തു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പാസ്സാക്കി. സോ 1926 സെറ്റപ്പ് ചെയ്ത ഹിൽട്ടൺ യങ് കമ്മീഷൻ ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് വേണമെന്ന് റെക്കമെൻഡ് ചെയ്തു. സോ ആ റെക്കമെൻഡേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് 1934 ഇന്ത്യയുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്തു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പാസ് ചെയ്തു. ആൻഡ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രൊവിഷൻസ് പ്രകാരം 1935 എന്ത് ചെയ്യുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്പറേഷണലൈസ്ഡ് ആകുന്നത്. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ
ഓപ്പറേഷനിൽ വരുന്നത് 1st April 1935 സോ 1st April 1935 എന്ത് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്പറേഷണലൈസ്ഡ് ആകുന്നത്. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്ത സമയത്ത്, അതായത് 1st April 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. സോ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് 1949 എന്ത് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്യുന്നത്. സോ 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, നാഷണലൈസ്ഡ് ചെയ്യപ്പെട്ടു. സോ ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ഒരു സെൻട്രൽ ബാങ്ക് വേണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. 1934 ഈ ഒരു റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിൽ ഇന്ത്യയുടെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പാസ്സാക്കുന്നു. ആൻഡ് ആ ഒരു ആക്ടിൻ്റെ പ്രൊവിഷൻസിൻ്റെ ബേസിസിൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഇറ്റ് ബിക്കെയിം ഓപ്പറേഷണലൈസ്ഡ്. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്പറേഷണലൈസ്ഡ് ആയത് 1st April 1935 ആൻഡ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ആൻഡ് 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്തു. ആൻഡ് 1st April 1935 സോ 1st April 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ഓഫീസ് എന്ന് പറയുന്നത്, RBIയുടെ സെൻട്രൽ ഓഫീസ് എന്ന് പറയുന്നത് വാസ് ലൊക്കേറ്റഡ് ഇൻ കൽക്കട്ട. സോ കൽക്കട്ടയിലാണ് എന്ത് ചെയ്യുന്നത്, RBIയുടെ സെൻട്രൽ ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് 2 years later 1937 എന്ത് ചെയ്തു, RBIയുടെ ഈ ഒരു സെൻട്രൽ ഓഫീസ് കൽക്കട്ടയിൽ നിന്ന് എന്ത് ചെയ്തു, മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് RBIയുടെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത് 1937 സോ 1937 എന്ത് ചെയ്യുന്നത്, RBIയുടെ ഓഫീസ് കൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബാക്കിയുള്ള കമ്മിറ്റീസ് എന്തിനെ കുറിച്ചുള്ള കമ്മിറ്റീസ് ആണെന്ന് നോക്കാം. സോ നെക്സ്റ്റ് കമ്മിറ്റി ഈസ് നരസിംഹം കമ്മിറ്റി. സോ നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടർ റിഫോംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ്. സോ നരസിംഹം കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു ദി ബാങ്കിങ് സെക്ടർ റിഫോംസ്. സോ ബാങ്കിങ് സെക്ടർ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത്. ആൻഡ് കോത്താരി കമ്മീഷൻ. സോ കോത്താരി കമ്മീഷനെ മറ്റൊരു പേര് കൂടി പറയും നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ. സോ എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മീഷനാണെന്ത്, ഈ ഒരു കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. സോ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷനാണ്. ആൻഡ് ഈ ഒരു കമ്മീഷനെ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡോക്ടർ രാജ ചെല്ലയ്യ കമ്മിറ്റി. സോ ടാക്സ് റിഫോംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ഈ ഒരു ഡോക്ടർ രാജ ചെല്ലയ്യ കമ്മിറ്റി. സോ ഡോക്ടർ രാജ ചെല്ലയ്യ കമ്മിറ്റി എന്ന് പറയുന്നത് ടാക്സ് റിഫോംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following types of unemployment is found in India when people are employed for a certain period of a year in tourist resorts and various tourism related activities in the mountain regions but are unemployed in the off seasons? So ഇതിൽ ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റിലാണ് ഇന്ത്യയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ആൾക്കാർ ഒരു സർട്ടൺ പീരീഡ് ഓഫ് ഇയർ, ഒരു ഇയറിൻ്റെ ഒരു സർട്ടൺ പീരീഡിൽ എംപ്ലോയിഡ് ആകുന്നത്? ടൂറിസം റിസോർട്ട്സിലും ടൂറിസം റിലേറ്റഡ് ആക്ടിവിറ്റീസിലും എംപ്ലോയിഡ് ആണ്, എന്നാൽ ഓഫ് സീസൺസിൽ അവർ അൺഎംപ്ലോയിഡ് ആണ്. ഇത് ഏത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ എംപ്ലോയ്മെൻറ്റ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഏത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോ ദ കറക്റ്റ് ആൻസർ ഈസ് സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമായിരിക്കും ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ എടുത്തു കഴിഞ്ഞാൽ
ഹാർവസ്റ്റിംഗ് സീസണിലും സോയിങ് സീസണിലും അതുപോലെ തന്നെ ഹാർവസ്റ്റിംഗ് സീസണിലും മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് ജോലി ഉണ്ടായിരിക്കുന്നത്. സോ ഇന്ത്യയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺ സീസൺ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അതെന്ത് ചെയ്യുന്നുണ്ട് ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് എൻഡും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സമ്മർ സീസൺസിൽ എന്തില്ല ഈ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഈ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് എന്തില്ല ഈ ഒരു സമ്മർ സീസൺസിൽ എംപ്ലോയ്മെൻ്റ് ഇല്ല. അതായത് സീസണലായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നത്. ഒരു സീസണിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് കാണും, മറ്റൊരു സീസണിൽ എന്ത് കാണില്ല അവർക്ക് എംപ്ലോയ്മെൻറ്റ് കാണില്ല. ഈ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ടൂറിസം സെക്ടറും സെയിം ആണ്. അതായത് ടൂറിസ്റ്റ് സീസൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൂറിസം സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്ത് കാണും എംപ്ലോയ്മെൻറ്റ് കാണും. അതായത് ടൂറിസ്റ്റ് റിസോർട്ട്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് എംപ്ലോയ്മെൻറ്റ് കാണും. അതുപോലെ തന്നെ ടൂറിസം റിലേറ്റഡ് ആക്ടിവിറ്റീസ് അതായത് ഗൈഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് കാണും എംപ്ലോയ്മെൻറ്റ് കാണും. എന്നാൽ ഓഫ് സീസൺസ് ആയിക്കഴിഞ്ഞാൽ അതായത് ടൂറിസ്റ്റുകൾ വരാത്ത ഓഫ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും എന്ത് കാണില്ല എംപ്ലോയ്മെൻറ്റ് കാണില്ല. സോ ഈ ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അതായത് ഒരു സീസണിൽ എംപ്ലോയ്മെൻറ്റ് കാണും, ഒരു സീസണിൽ എംപ്ലോയ്മെൻറ്റ് കാണില്ല. ഈ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്? സോ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ ഒരു 1 ഏക്കർ ലാൻഡ് ഉണ്ട്. സോ ഒരു 1 ഏക്കർ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. ഈ ഒരു 1 ഏക്കർ അഗ്രികൾച്ചർ ലാൻഡിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് അഗ്രികൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആകെ ഒരു 5 പേരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു 1 ഏക്കർ ഓൺ ചെയ്യുന്ന ഈ ഒരു 1 ഏക്കറിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഫാമിലിയിൽ മൊത്തം ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കുക. അതായത് 10 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് ഈ ഒരു 1 ഏക്കർ ലാൻഡ് ഓൺ ചെയ്യുന്നത്. ആൻഡ് ഈ 1 ഏക്കർ ലാൻഡിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊത്തം 5 പേരുടെ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിവരുടെ ഫാമിലി ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ 10 പേരും എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ 1 ഏക്കർ അഗ്രികൾച്ചർ ലാൻഡിൽ വർക്ക് ചെയ്യാറുണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ ഈ 10 പേർക്കും എന്തുണ്ട് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അതായത് ഈ 10 പേരും ഈ ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ അഗ്രികൾച്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊത്തം എത്ര പേരുടെ ആവശ്യമുള്ളൂ 5 പേരുടെ ആവശ്യമുള്ളൂ. സോ ബാക്കി 5 പേര് എംപ്ലോയിഡ് ആണെങ്കിൽ പോലും അവർ നമ്മുടെ എക്കോണമിക്ക് എന്ത് ചെയ്യുന്നില്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഇവർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ എക്സസ് ആയിട്ടുള്ള 5 പേര് സോ 5 പേര് മാത്രമാണ് ഈ ഒരു ടാസ്കിന് ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 5 പേരെന്താണ് ഇവിടെ അഡീഷണൽ ആണ്. സോ ഈ 5 പേര് ചെയ്യുന്ന വർക്ക് കൊണ്ട് നമ്മുടെ എക്കോണമിക്ക് എന്തില്ല പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല. സോ ഈ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഇവർക്ക് നോക്കുമ്പോൾ എംപ്ലോയ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഇവരിങ്ങനെ ചെയ്യുന്ന ജോലി കൊണ്ട് എന്തില്ല നമ്മുടെ എക്കോണമിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഒന്നും തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഇതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. സോ അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന് എന്തുണ്ട് ജോബുണ്ട്. സോ ഒരു ഇൻഡിവിജ്വലിന് ഇവിടെ ജോബുണ്ട്. സോ ഈ അണ്ടർ എംപ്ലോയ്മെൻറ്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിവിജ്വലിന് എന്തുണ്ട് ജോലിയുണ്ട് അല്ലെങ്കിൽ ജോബുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഡിവിജ്വല് എൻഗേജ് ചെയ്തിരിക്കുന്ന ജോബ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ജോബ് ഈ ഒരു ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യും ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്കിൽസിനെയോ എക്സ്പീരിയൻസിനെയോ ക്വാളിഫിക്കേഷനെയോ എന്ത് ചെയ്യുന്നില്ല ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സോ ഈ ഒരു ഇൻഡിവിജ്വലിന് ജോലിയുണ്ട്, നോക്കുമ്പോൾ ജോലിയുണ്ട്, പക്ഷേ ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്കില്ലിനെയോ എക്സ്പീരിയൻസിനെയോ ക്വാളിഫിക്കേഷനെയോ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു ജോബ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇങ്ങനൊരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ജോലിയുണ്ട്, പക്ഷെ ആ ജോലി എന്ത് ചെയ്യുന്നില്ല ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്പീരിയൻസിനെയോ സ്കില്ലിനെയോ ക്വാളിഫിക്കേഷനെയോ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അടുത്തതാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. സോ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ് സൈക്കിൾസിനെ ബേസ് ചെയ്തിട്ട് ജോബ് നഷ്ടപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എക്കോണമിക് റിസഷൻസ് വരുമ്പോൾ ജോലി നഷ്ടപ്പെടുന്നു, അതെന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. സോ ബിസിനസ് സൈക്കിളിനനുസരിച്ച് അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അതായത് എക്കോണമിക് റിസഷൻസ് വന്നു ജോലി നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻറ്റിനെ പറയുന്ന പേരാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ബിസിനസ് സൈക്കിൾസിനെ എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ ഫോർ ദി പ്രസിഡൻസ് ഓഫീസ് ഇൻ ഇന്ത്യ? സോ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിൽ 4 കണ്ടീഷൻസിൽ ഏതാണ് പ്രസിഡൻസ് ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത കണ്ടീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ, he shall not be a member of either house of the parliament. Option B, he shall not be entitled without payment of rent to the use of his official residence. The allowances shall not be diminished during his term of office, and he shall not hold any office of profit. So ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് he shall not be a member of either house of the parliament. സോ പ്രസിഡൻസ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് പ്രസിഡൻസ് ഓഫീസിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്ന ഒരാൾ പാർലമെന്റ് 2 ഹൗസസിലെയും മെമ്പർ ആകാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലെയും മെമ്പർ ആകാൻ പാടില്ല. അതായത് പ്രസിഡൻസ് ഓഫീസിലേക്ക് ഒരാൾ ഇലക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ലോക്സഭയിലെയും മെമ്പർ ആകരുത്, രാജ്യസഭയിലെയും മെമ്പർ ആകരുത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലെയും മെമ്പർ ആകരുത്. സോ അങ്ങനെ ഒരാൾ, അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ മെമ്പർ ആയിട്ടുള്ള ഒരാൾ പ്രസിഡൻസ് ഇലക്ഷനകത്ത് കണ്ടസ്റ്റ് ചെയ്ത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പ്രസിഡൻസ് ഓഫീസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രസിഡൻസ് ഓഫീസിൻ്റെ ഡ്യൂട്ടീസ് അസ്യൂം ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ മെമ്പർഷിപ്പ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. അതാണ് കണ്ടീഷൻ. സോ പ്രസിഡൻസ് ഓഫീസിൻ്റെ വൺ ഓഫ് ദി കണ്ടീഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസിഡൻസ് ഓഫീസിലേക്ക് ഇലക്റ്റഡ് ആകാനുള്ള വൺ ഓഫ് ദി കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഇൻഡിവിജ്വൽ ലോക്സഭയിലെ മെമ്പർ ആകരുത്, രാജ്യസഭയിലെ മെമ്പർ ആകരുത്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിലെയും മെമ്പർ ആകരുത്. മെമ്പർ ആയിട്ടുള്ള ഒരാൾ പ്രസിഡൻസ് ഓഫീസിലേക്ക് ഇലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അറ്റ് ദ മൊമെന്റ് ഹി എൻറ്റേഴ്സ് ഇൻ ദി പ്രസിഡൻസ് ഓഫീസ്, അതായത് പ്രസിഡൻസ് ഓഫീസിൻ്റെ ഡ്യൂട്ടി അസ്യൂം ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ആ അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യും, മെമ്പർഷിപ്പ് ക്യാൻസലായി പോകും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, he shall not be entitled without payment of rent to the use of his official residence. സോ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രസിഡൻസ് ഓഫീസിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്ന ആൾക്ക് രാഷ്ട്രപതി ഭവൻ, പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടുള്ള രാഷ്ട്രപതി ഭവൻ റെന്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. പക്ഷേ പ്രസിഡൻസ് ഓഫീസിലേക്ക് ഒരാൾ ഇലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന വൺ ഓഫ് ദി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രിവിലേജസ് എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടുള്ള രാഷ്ട്രപതി ഭവൻ എന്ത് ചെയ്യാൻ പറ്റും, റെന്റ് കൊടുക്കാതെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വൺ ഓഫ് ദി പ്രിവിലേജസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഷാൽ നോട്ട് ബി എൻടൈറ്റിൽഡ് എന്നാണ്. അതായത് പ്രസിഡൻസിന്റെ ഒഫീഷ്യൽ റെസിഡന്റ് ആയിട്ടുള്ള രാഷ്ട്രപതി ഭവൻ യൂസ് ചെയ്യാൻ പറ്റില്ല, റെന്റ് കൊടുക്കാതെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ എന്താണ്, ദ അലവൻസസ് ഷാൽ നോട്ട് ബി ഡിമിനിഷ് ഡ്യൂറിങ് ഹിസ് ടേം ഓഫ് ഓഫീസ്. സോ അതായത് ഒരാൾ പ്രസിഡൻസ് ഓഫീസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ പാർലമെൻറ്റ് എത്രയാണോ പ്രസിഡന്റിൻ്റെ സാലറിയും അലവൻസസുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതൊന്നും തന്നെ ആ ഒരു പ്രസിഡന്റ് എൻ്റയർ ടേമിൽ, അതായത് പ്രസിഡന്റിൻ്റെ ടേം എന്ന് പറയുന്നത് 5 years ആണ്, 5 വർഷമാണ്. സോ ഈ 5 വർഷത്തെ പീരീഡിലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രസിഡന്റിന്റെ സാലറിയോ മറ്റ് അലവൻസസോ ഡിക്രീസ് ചെയ്യാൻ പാടില്ല. പാർലമെന്റ് വേണമെങ്കിൽ സാലറിയും അലവൻസസും കൂട്ടാനായിട്ട് പറ്റും, പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഹി ഷാൽ നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അതും എന്താണ്, പ്രസിഡൻസ് ഓഫീസിന്റെ വൺ ഓഫ് ദി കണ്ടീഷനാണ്. അതായത് പ്രസിഡൻസ് ഓഫീസിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്ന ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒന്നും തന്നെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഇനി എന്താണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രിവിലേജസോ റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോബുണ്ട്, ആ ഒരു ജോബ് വഴി ഗവൺമെന്റിൽ നിന്ന്, അത് യൂണിയൻ ഗവൺമെന്റ് ആവാം സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, സോ ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മോണിറ്ററി ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്വാൻറ്റേജസോ റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണ്. അങ്ങനെ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒരു ഇൻഡിവിജ്വൽ പ്രസിഡൻസ് ഓഫീസിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഇൻഡിവിജ്വൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി എന്താ പറയുന്നത്, രാഷ്ട്രപതി ഭവൻ റെന്റ് കൊടുക്കാതെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആക്ച്വൽ കണ്ടീഷൻ എന്താണ്, പ്രസിഡൻസ് ഓഫീസിലേക്ക് ഒരാൾ ഇലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ
പ്രസിഡന്റിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടുള്ള രാഷ്ട്രപതി ഭവൻ എന്ത് ചെയ്യാം, റെന്റ് കൊടുക്കാതെ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which article of the Indian Constitution prohibits providing of any religious instruction in the education institutions maintained by the state? സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോഹിബിറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 29, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 31, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 28 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 30. So the correct answer is Article 28. So Article 28 ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 28 ആണ്. സോ ആർട്ടിക്കിൾ 28ൽ 4 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫേസ്റ്റ് വൺ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോളി മെയിൻറ്റെയിൻ ബൈ ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് മുഴുവനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോളി മെയിൻറ്റെയിൻ ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് മുഴുവനായിട്ട് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ മുഴുവനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഫൈനാൻസിങ്ങും കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആർട്ടിക്കിൾ 28 പ്രകാരം റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്തല്ല, പെർമിറ്റഡ് അല്ല. അതായത് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഒന്നും തന്നെ കൊടുക്കാനായിട്ട് പാടില്ല. സോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഒന്നും തന്നെ കൊടുക്കാനായിട്ട് പാടില്ല. ഇതാണ് ആർട്ടിക്കിൾ 28 പറയുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 28ൽ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, ഈ കാറ്റഗറി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും. സോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ ദ സ്റ്റേറ്റ്. അഡ്മിനിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്ന ആരായിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് അണ്ടർ എ ട്രസ്റ്റ്. പക്ഷേ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലായിരിക്കും. സോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. പക്ഷേ ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്. ഫോർ എക്സാമ്പിൾ രാമകൃഷ്ണ മിഷൻ്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതായത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ് ആണെങ്കിലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്താണ്, പെർമിറ്റഡ് ആണ് അല്ലെങ്കിൽ അലൗഡ് ആണ്. സോ ഹിയർ ദ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഈസ് പെർമിറ്റഡ്. ഇവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്താണ്, പെർമിറ്റഡ് ആണ്. സോ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷെ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന എന്താണ്, അലൗഡ് ആണ് അല്ലെങ്കിൽ പെർമിറ്റഡ് ആണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്ത അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ സ്റ്റേറ്റിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പെർമിറ്റഡ് ആണ്, പക്ഷേ എന്തായിരിക്കും, വോളണ്ടറി ആയിരിക്കും. അതായത് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവർക്ക് സമ്മതമാണെങ്കിൽ മാത്രം ആ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. അതായത് സ്റ്റേറ്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പെർമിറ്റഡ് ആണ്, അതായത് അലൗഡ് ആണ്. പക്ഷേ ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ആൻഡ് കുട്ടികൾ മൈനർ ആണെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതായത് കുട്ടികളുടെ സമ്മതം ഉണ്ടെങ്കിൽ, കുട്ടികൾ മേജർ ആണെങ്കിൽ കുട്ടികളുടെ വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലീജിയസ് ഇൻസ്ട്രക്ഷനിൽ പങ്കെടുക്കാനായിട്ട് പറയാൻ സാധിക്കൂ. ആൻഡ് കുട്ടി മൈനർ ആണെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ആ റിലീജിയസ് ഇൻസ്ട്രക്ഷനിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കൂ. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസീവിങ് എയ്ഡ് ഫ്രം ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിൽ നിന്ന് എയ്ഡ് റിസീവ് ചെയ്യുന്ന, സ്റ്റേറ്റിൽ നിന്ന് എയ്ഡ് റിസീവ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ.
സോ ഇവിടെയും റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്താണ്, പെർമിറ്റഡ് ആണ്, പക്ഷേ വോളണ്ടറി ബേസിസിലായിരിക്കും. അതായത് സ്റ്റേറ്റിൽ നിന്ന് എയ്ഡ്, ഫൈനാൻഷ്യൽ എയ്ഡ് റിസീവ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് കുട്ടികളുടെ വോളണ്ടറി ബേസിസിലായിരിക്കും. അതായത് കുട്ടികൾക്ക് വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു റിലീജിയസ് ഇൻസ്ട്രക്ഷൻ അറ്റൻഡ് ചെയ്താൽ മതി. ആൻഡ് കുട്ടി മൈനർ ആണെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ സമ്മതം ആവശ്യമാണ് ആ ഒരു റിലീജിയസ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഇതാണ് ആർട്ടിക്കിൾ 28 പറയുന്ന കാര്യങ്ങൾ. ഇനി ആർട്ടിക്കിൾ 29 എന്ന് പറയുന്നത് എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ആൻഡ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത് എന്താണ്, മൈനോറിറ്റീസിന് മൈനോറിറ്റീസിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 30. സോ ആർട്ടിക്കിൾ 29 മൈനോറിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 30 മൈനോറിറ്റീസിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനുമുള്ള പവർ കൊടുക്കുന്ന ആർട്ടിക്കിളാണ്. ആൻഡ് ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നതാണ് റൈറ്റ് പ്രോപ്പർട്ടിയാണ്. സോ ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് റൈറ്റ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇതിപ്പോൾ എന്തില്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിലവിലില്ല. സോ റൈറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്തു, 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. സോ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 പ്രകാരം റൈറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്തു, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു. സോ ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത് റൈറ്റ് പ്രോപ്പർട്ടി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. എന്നാൽ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 പ്രകാരം ആർട്ടിക്കിൾ 31 എന്ത് ചെയ്തു, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. സോ ഇപ്പോൾ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 300A സോ ആർട്ടിക്കിൾ 300A ഒരു ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978 പ്രകാരം റൈറ്റ് പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്നു. സോ ഇപ്പോൾ റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 300A ഒരു ലീഗൽ റൈറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. Next question, which of the following articles of the Indian Constitution contains fundamental duties? ഇതിൽ ഏത് ആർട്ടിക്കിൾസിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 62B, ആർട്ടിക്കിൾ 51A, ആർട്ടിക്കിൾ 45A, ആർട്ടിക്കിൾ 32A. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51A ആണ്. സോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4A സോ പാർട്ട് 4A ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പാർട്ട് 4A ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. സോ പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പാർട്ട് 4A ഒരേ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 51A. ഈ ആർട്ടിക്കിൾ 51A ഇപ്പോൾ നിലവിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ നിലവിൽ ആർട്ടിക്കിൾ 51A 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ആൻഡ് ഈ പാർട്ട് 4A അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 സോ 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാർട്ട് 4A നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിലാണ്. ആ ഒരു കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. സോ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിലാണ് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ആൻഡ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി 8 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യാനാണ് എന്ത് ചെയ്തത്, ഗവൺമെൻറ്റിനോട് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 പ്രകാരം ഗവൺമെൻറ് എന്ത് ചെയ്തു, 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ആഡ് ചെയ്തത്. ആൻഡ് അതിനുശേഷം 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002 സോ 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ത് ചെയ്തു, ഈ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കൂടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു, പുതിയതായിട്ട് ആഡ് ചെയ്തു.
സോ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 പ്രകാരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. എന്നാൽ 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002 പ്രകാരം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി എന്ത് ചെയ്തു, അഡീഷണൽ ആയിട്ട് ഈ ആർട്ടിക്കിൾ 51A ആഡ് ചെയ്തു. ആൻഡ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ എണ്ണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൻ്റെ എണ്ണം 11 ഇരിക്കുന്നത്. And next question is, which of the following places is related to Gandhi Satyagraha of the year 1970? So 1917 ഗാന്ധിസ് സത്യാഗ്രഹ, ഗാന്ധിജി നടത്തിയിട്ടുള്ള സത്യാഗ്രഹ ഏത് പ്ലേസുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? അഹമ്മദാബാദ്, ചമ്പാരൻ, കേദ, ബർദോളി. സോ ഇതിൽ ഏത് പ്ലേസുമായിട്ടാണ് 1917 ഗാന്ധിജിയുടെ സത്യാഗ്രഹ റിലേറ്റഡ് ആയിട്ടുള്ളത്? ആൻഡ് ദി ആൻസർ ഈസ് ചമ്പാരൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചമ്പാരനാണ്. സോ 1916 1916 ലക്നൌവിൽ വെച്ച് നടന്നിട്ടുള്ള കോൺഗ്രസ് സെഷനിൽ, സോ 1916 ലക്നൌവിൽ വെച്ച് നടന്നിട്ടുള്ള കോൺഗ്രസ് സെഷനിൽ ഗാന്ധിജിയെ മീറ്റ് ചെയ്യാനായിട്ട് ചമ്പാരനിൽ നിന്നുള്ള ഒരു പെസൻറ്റ്, ഒരു ഇൻഡിഗോ പെസൻറ്റ് വന്നു. അതായത് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കർഷകൻ എന്ത് ചെയ്തു, ചമ്പാരനിൽ നിന്ന് 1916 ലക്നൗ സെഷൻ്റെ ഇടയിൽ വെച്ച് മഹാത്മാഗാന്ധിജിയെ കാണാനായിട്ട് വന്നു. ആൻഡ് ആ ഒരു കർഷകൻ്റെ പേരാണ് രാജ്കുമാർ ശുക്ല. സോ 1916 ലക്നൗ സെഷൻ്റെ ഇടയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ മീറ്റ് ചെയ്യാനായിട്ട് രാജ്കുമാർ ശുക്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിഗോ പെസൻറ്റ് അല്ലെങ്കിൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കർഷകൻ എന്ത് ചെയ്തു, മഹാത്മാഗാന്ധിയെ മീറ്റ് ചെയ്യാനായിട്ട് വന്നു. സോ ചമ്പാരനിലുള്ള ഇൻഡിഗോ പെസൻസിൻ്റെ ദുരവസ്ഥ ഗാന്ധിജിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ കാണാനായിട്ട് വന്നത്. ആൻഡ് ചമ്പാരനിലുള്ള ഇൻഡിഗോ പെസൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിലനിന്നിരുന്ന ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിരുന്നു ടിൻകാത്യ സിസ്റ്റം. സോ ചമ്പാരനിൽ ടിൻകാത്യ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൾട്ടിവേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ടിൻകാത്യ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെസൻ്റെ ലാൻഡിനെ, ഒരു കർഷകൻ്റെ ലാൻഡിനെ എന്ത് ചെയ്യും, 20 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും. സോ ഒരു കർഷകന് എത്ര ലാൻഡ് ഉണ്ടോ ആ ലാൻഡിനെ എന്ത് ചെയ്യും, 20 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ 20 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം 20 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം ഈ 20 പാർട്സിലെ 3 പാർട്ടുകളിൽ, അതായത് 20 പാർട്സ് ഉണ്ടെങ്കിൽ ആ 20 പാർട്സിലെ 3 പാർട്സുകളിൽ എന്ത് ചെയ്യണം, ഇൻഡിഗോ കമ്പൽസറി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ള സിസ്റ്റം ആയിരുന്നു എന്ത്, ഈ ഒരു ടിൻകാത്യ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടിൻകാത്യ സിസ്റ്റം വഴി കൾട്ടിവേറ്റ് ചെയ്ത ഇൻഡിഗോ എല്ലാം യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയായിരുന്നു ബ്രിട്ടീഷേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ജർമ്മൻ സിന്തറ്റിക് ഡൈസ് വന്നതോടുകൂടി ഈ ഒരു ഇൻഡിഗോയുടെ ഡിമാൻഡ് എന്ത് ചെയ്തു, യൂറോപ്യൻ മാർക്കറ്റ്സിൽ കുറഞ്ഞു. ആൻഡ് ബ്രിട്ടീഷുകാരുടെ പ്രോഫിറ്റും എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. സോ ബ്രിട്ടീഷുകാർ അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ പെസൻസിൻ്റെ കയ്യിൽ നിന്ന് അഡീഷണൽ ആയിട്ടുള്ള ടാക്സസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ ബ്രിട്ടീഷുകാർ ഫിക്സ് ചെയ്യുന്ന റേറ്റ്സിന് മാത്രമേ ഈ കർഷകർക്ക് അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാനും പറ്റുള്ളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ പെസൻസ് എല്ലാം എന്ത് ചെയ്തു, മോശമായിട്ടുള്ള ഒരു എക്കോണമിക് സിറ്റുവേഷൻസിലേക്ക് പോയി. സോ ഇതായിരുന്നു അവിടുത്തെ ഉള്ള ഇൻഡിഗോ പെസൻസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. സോ ഈ പ്രശ്നത്തിനെതിരെയാണ്, ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ കാണാനായിട്ട് വരുന്നത്. ആൻഡ് മഹാത്മാഗാന്ധി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ചമ്പാരനിലെത്തി. ആൻഡ് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചമ്പാരൻ സത്യാഗ്രഹ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, which of the following organizations divided into 2 branches was established by ലോകമാന്യ ബാൽ ഗംഗാധർ തിലക് ആൻഡ് ആനി ബെസന്റ്? സോ ഇതിൽ ഏത് ഓർഗനൈസേഷനാണ്, 2 ബ്രാഞ്ചസ് ഉള്ള ഏത് ഓർഗനൈസേഷനാണ് ബാൽ ഗംഗാധർ തിലകും അതുപോലെ തന്നെ ആനി ബെസന്റും എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇന്ത്യൻ അസോസിയേഷൻ, ഹോം റൂൾ ലീഗ്, തിയോസഫിക്കൽ സൊസൈറ്റി, ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ. ഇതിലേത് അസോസിയേഷനാണ് അല്ലെങ്കിൽ ഇതിലേത് ഓർഗനൈസേഷനാണ് ബാൽ ഗംഗാധർ തിലകും ആനി ബെസന്റും എസ്റ്റാബ്ലിഷ് ചെയ്തത്? സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹോം റൂൾ ലീഗാണ്. സോ ആനി ബെസന്റും ബാൽ ഗംഗാധർ തിലകും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. സോ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 2 ഹോം റൂൾ ലീഗുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്.
സോ ഹോം റൂൾ ലീഗ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാൽ ഗംഗാധർ തിലകാണ്. സോ ഏപ്രിൽ 1916 എന്ത് ചെയ്യുന്നത്, ബാൽ ഗംഗാധർ തിലക് അദ്ദേഹത്തിൻ്റെ ഹോം റൂൾ ലീഗ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ബാൽ ഗംഗാധർ തിലകിൻ്റെ ഈ ഒരു ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിലായിരുന്നു. സോ മഹാരാഷ്ട്ര എക്സ്ക്ലൂഡിങ് ബോംബെ, അതായത് ബോംബെ ഒഴിച്ചുള്ള മഹാരാഷ്ട്ര റീജിയൻ, ബോംബെ ഒഴിച്ചിട്ടുള്ള മഹാരാഷ്ട്ര റീജിയൻ, അതുപോലെ തന്നെ കർണാടക, സെൻട്രൽ പ്രൊവിൻസസ്, ആൻഡ് ബേരാർ. സോ ബേരാർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിദർഭയാണ്. സോ ബേരാർ, ഇത്രയും റീജിയൻസ് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ബാൽ ഗംഗാധർ തിലക് അദ്ദേഹത്തിൻ്റെ ഹോം റൂൾ ലീഗ് എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഈ ഒരു ഹോം റൂൾ ലീഗിൻ്റെ, ബാൽ ഗംഗാധർ തിലകിൻ്റെ ഹോം റൂളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പൂനെയിലായിരുന്നു. ആൻഡ് ഈ ഒരു ഹോം റൂൾ ലീഗിന്, ബാൽ ഗംഗാധർ തിലകിൻ്റെ ഹോം റൂൾ ലീഗിന് മുഴുവനായിട്ട് മൊത്തത്തിൽ 6 ബ്രാഞ്ചസ്, ടോട്ടൽ 6 ബ്രാഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം സെപ്റ്റംബർ 1916 എന്ത് ചെയ്യുന്നത്, ആനി ബെസന്റ് ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ആനി ബെസന്റ് ഹോം റൂൾ ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പിന്നീട് സെപ്റ്റംബർ 1916. ആൻഡ് ഈ ഒരു ഹോം റൂൾ ലീഗ് ആനി ബെസന്റ് ഫൗണ്ട് ചെയ്യുന്നത് മദ്രാസിലാണ്. സോ മദ്രാസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹോം റൂൾ ലീഗ് ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഹോം റൂൾ ലീഗിന് ഇന്ത്യ മുഴുവനായിട്ട് ഏതാണ്ട് 200 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. 200ഓളം ബ്രാഞ്ചസ് ആനി ബെസന്റെ ഹോം റൂൾ ലീഗിന് പാൻ ഇന്ത്യൻ ലെവലിൽ എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്തിരുന്നു. സോ ഇതൊക്കെയാണ് ഹോം റൂൾ ലീഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. And next question is, with reference to Morley-Minto reforms of 1909, consider the following statements. First option, option A, they are also called the Indian Councils Act 1909. They increase the strength of the legislative councils. The right to separate electorate was given to the Muslims. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്, വിച്ച് ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? സോ മോർലി മിന്റോ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. സെക്കൻഡ് വൺ, ഇറ്റ് ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ റൈറ്റ് ടു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വാസ് ഗിവൺ ടു ദി മുസ്ലിംസ്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബി ആൻഡ് സി, ഓപ്ഷൻ ബി എ ബി ആൻഡ് സി, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി എ ആൻഡ് സി. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ബി ആൻഡ് സി ആണ്. കാരണം മോർലി മിന്റോ റിഫോംസ് ഓഫ് 1909 വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 എന്ന് പറയുന്നത്. സോ 1909 ആ ഒരു പീരീഡിൽ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിരുന്ന, സോ ഇന്ത്യയുടെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിരുന്ന ജോൺ മോർലിയും, സോ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ആയിരുന്ന ജോൺ മോർലിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മിന്റോയും ചേർന്ന് കൊണ്ടുവന്ന റിഫോംസ് ആണെന്ത്, മിന്റോ മോർലി റിഫോംസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മിന്റോ മോർലി റിഫോംസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. ആൻഡ് ഈ മിന്റോ മോർലി റിഫോംസിൽ പറഞ്ഞിരുന്ന പ്രൊവിഷൻസിൽ വൺ ഓഫ് ദി പ്രൊവിഷൻസ് ആയിരുന്നു ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൽ, അതായത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലും പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിലും ഇന്ത്യൻ മെമ്പേഴ്സിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുമെന്നുള്ളത്. അതാണെന്ത്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇൻക്രീസ് സ്ട്രെങ്ത് ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. സോ പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൻ്റെയും അതുപോലെ തന്നെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെയും സ്ട്രെങ്ത് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. കൂടുതൽ ഇന്ത്യൻസിന് എന്ത് ചെയ്തു, അവിടെ പാർട്ടിസിപ്പേഷൻ ഓഫർ ചെയ്തു. ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ദ റൈറ്റ് ടു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വാസ് ഗിവൺ ടു ദ മുസ്ലിംസ്. സോ ഈ മിന്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 പ്രകാരമാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ്, മുസ്ലിംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് കൊണ്ടുവരുന്നത്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇലക്ടറേറ്റിൽ കണ്ടസ്റ്റ് ചെയ്യാൻ മുസ്ലിംസിന് മാത്രമേ സാധിക്കൂ. ആൻഡ് ഈ കണ്ടസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇലക്ട് ചെയ്യാനുള്ള വോട്ടിംഗ് റൈറ്റ്സും മുസ്ലിംസിന് മാത്രമേ ഉള്ളൂ.
സോ കണ്ടസ്റ്റൻറ്റും കാൻഡിഡേറ്റ് എന്തായിരിക്കും, മുസ്ലിം ആയിരിക്കും. ആൻഡ് ഈ കാൻഡിഡേറ്റിനെ ഇലക്ട് ചെയ്യുന്ന വോട്ടേഴ്സും ആര് തന്നെയായിരിക്കും, മുസ്ലിംസ് മാത്രമായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവരുന്നത് മിൻഡോ മോർലി റിഫോംസ് ഓഫ് 1909 ആണ്. സോ അതുകൊണ്ട് തന്നെ ലോർഡ് മിൻഡോയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്. സോ ലോർഡ് മിൻഡോയെ മറ്റൊരു പേര് കൂടി വിളിക്കാറുണ്ട്, ദാറ്റ് ഈസ് ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ്. സോ ഈ ഒരു മുസ്ലിംസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ ലോർഡ് മിൻഡോയെ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് എന്ന് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് എന്ത് ചെയ്യുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.